ഇപ്പോൾ 3 മീറ്റർ സുഹൃത്തുക്കൾ, ഏതായാലും 3 മീറ്റർ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇത് ക്ലാമ്പ് മീറ്ററാണ്, ഇത് കറണ്ട് ലീക്കേജ് ആണ്, ഇത് RCCB ടെസ്റ്ററാണ്. ഇപ്പോൾ ഒരു ശരാശരി ഇലക്ട്രീഷ്യൻ്റെ കയ്യിൽ മിനിമം 3 ടൂളെങ്കിലും മിനിമം വേണം. ഇതിൽ പിന്നെ NCV എന്ന് കാണിക്കുന്നുണ്ട്, പിന്നെ 600 ആംപിയർ, 200 ആംപിയർ, AC വോൾട്ടേജ്, DC വോൾട്ടേജ്, റെസിസ്റ്റൻസ്, കണ്ടിന്യൂറ്റി. ഇത് ഈ NCV എന്നുള്ള എല്ലാവർക്കും അറിയില്ല, അറിയുന്നവരുണ്ടാവും. അത് എന്താണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് സപ്ലൈ ഉണ്ടോ ഇല്ലയെന്ന് അറിയണമെങ്കിൽ NCVൻ്റെ ഓപ്ഷനിലേക്ക് ഇട്ടിട്ട് ഉണ്ടോ ഇതിൽ സപ്ലൈ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അങ്ങനത്തെ ഒരു ഉപകാരം ഉണ്ട് കേട്ടോ. ബാക്കി എല്ലാവർക്കും അറിയുന്ന സിസ്റ്റം തന്നെ. ഇത് കറണ്ട് ലീക്കേജ്, നമ്മുടെ കറണ്ടിൽ അഥവാ നമ്മളെ ഇലക്ട്രിക്കലിൽ ഏതെങ്കിലും തരത്തിൽ ലീക്കേജ് ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിലുണ്ടോ 40 മില്ലി ആമ്പർ, 400 മില്ലി ആമ്പർ, അങ്ങനെ തൊട്ട് റെസിസ്റ്റൻസ്. ഇത് റെസിസ്റ്റൻസ് ഒന്നും വേണ്ട കേട്ടോ, നമുക്ക് മില്ലി ആമ്പർ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പിന്നെ വരുന്നത് RCCB ടെസ്റ്ററാണ്. ഇതിൽ 10 ആമ്പർ, 15, 20, 25, 30, 35. നമ്മൾ 30 മില്ലി ആമ്പിയറാണ് കോമൺ ആയിട്ട് എല്ലാവരും RCCB വെക്കുക. അപ്പോൾ ഈ 30 മില്ലി ആമ്പിയർ കുറഞ്ഞ ട്രിപ്പ് ആയാലും കൂടുതലായിട്ട് ട്രിപ്പ് ആയാലും RCCB കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യണം. അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പിട്ടിരുന്നു. അപ്പോൾ അതെല്ലാവരും പോയി കാണുക. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാവുന്നതാണ് കേട്ടോ.